വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് ഞാൻ നല്ലൊരു പനീർ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം ഇത് 200 ഗ്രാം പനീർ ഞാനിങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഞാനൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് ഞാൻ എടുക്കും കേട്ടോ. അങ്ങനെ അരിഞ്ഞ് വെച്ചതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് വെച്ചേക്കുവാണേ. ഇത് 2 മീഡിയം സൈസ് സവോളയാണ്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം. പകുതി ഇതുപോലെ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കത്തില്ലേ, അതുപോലെ വെക്കണം. പിന്നെ ഒരു സവോള ഇതേപോലെ സെയിം ചില്ലി ചിക്കന് നമ്മൾ എടുത്ത് വെക്കത്തില്ലേ, അതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പെറ്റൽ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണേ. പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 7-8 വെളുത്തുള്ളി, അത് രണ്ടും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. ഇപ്പം ഇതിങ്ങനെ അരിഞ്ഞില്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. അത് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2 തക്കാളി നന്നായിട്ട് ഇതുപോലെ അരച്ച് വെച്ചേക്കുവാണേ ഞാൻ. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം, സോസ് വേണം, കുറച്ച് ഫ്രഷ് ക്രീം വേണം. ഇത്രയാണ് വേണ്ടത്. അത് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാവേ. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഈ പനീർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പനീറിൽ നിന്നൊരു സ്വല്പം വെള്ളം അതിനകത്ത് വീണു, സാരമില്ല, അത് നമ്മൾ വാഷ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ഒരു സ്വല്പം വെള്ളം എന്നിട്ട് ഉണ്ടാവും. പനീർ ഈ ബട്ടറിൽ കിടന്നൊന്ന് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കണേ. സ്വല്പം ബട്ടർ ഈ സൈഡിൽ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഒരേപോലെ നടക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ സൈഡിലേക്കുണ്ടല്ലോ നമ്മൾ ഇതുപോലെ അടർത്തി എടുത്ത് വെച്ചേക്കുന്ന ആ സവോളയും പിന്നെ ക്യൂബായിട്ട് കട്ട് ചെയ്തേക്കുന്ന ക്യാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സൈഡിൽ കിടന്ന് അതും കൂടെ ഒന്ന് വഴന്നിങ്ങി വന്നോളുവേ. അപ്പോൾ നമുക്ക് സമയത്തിന് പെട്ടെന്ന് രണ്ടും ഒരുപോലെ നമുക്കത് ഫ്രൈ ആയി കിട്ടും. എന്നിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയാൽ മതിയേ. അപ്പോൾ പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കും. എന്നിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്നിട്ട് ഒന്ന് കൊടുത്താൽ മതിയേ. പിന്നെ അത് 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഒരുപാട് ഡീപ്പ് ഫ്രൈയുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പനീർ ഇവിടെ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട്. ഞാനത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വേറൊരു ഡിഷിലേക്ക് ഇതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്വല്പം കൂടെ ബട്ടർ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണേ. ഇപ്പം മൊത്തത്തിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇതിട്ടൊന്ന് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കണേ. ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇതിൻ്റെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണേ. ഇനി ഇതിലേക്ക് ഈ സവോള ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും ക്യാപ്സിക്കവും നേരത്തെ നമ്മൾ വലുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് വഴറ്റിയെടുത്ത് മാറ്റി വെച്ചേക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതൊരു 3-4 മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും സിമ്മിലേക്ക് മാറ്റണേ. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണേ ആ പൊടികളുടെ. പിന്നെ ആ സിമ്മിലേക്ക് മാറ്റിയിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ഈ ബട്ടർ കിടന്നൊന്ന് വഴന്ന് വരണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഈ മുളകിനൊക്കെ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ട്, ഒന്ന് മാറി കിട്ടും. നമ്മളിതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്വല്പ കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു സ്വല്പ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലേ. പൊടികളുടെ ആ ഒരു പച്ച മണവും ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ അത് ടൊമാറ്റോ അരച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. ടൊമാറ്റോയുടെ ആ പേസ്റ്റ് ഒഴിച്ച് കഴിയുമ്പോഴത്തേന് ഫ്ലെയിം കൂട്ടി വെക്കണേ. നമ്മളെ പൊടികൾ ഇടാൻ നേരം ഫ്ലെയിം കുറച്ച് വെച്ചായിരുന്നു. ഇത് ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് വഴറ്റുവേ. ടൊമാറ്റോയുടെ ആ ഒരു റോ ടേസ്റ്റും കൂടെ ഒന്ന് മാറി കിട്ടണം. 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാവേ. എന്നിട്ട് കാണിക്കാം. നമ്മുടെ മസാല ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഞാൻ ചേർക്കുവാണേ. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് അന്നേരം കിട്ടും. ഈ ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുമ്പോഴേ നമ്മുടെ ചപ്പാത്തിക്കും അല്ലെ റൊട്ടി, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു പനീർ മസാല ആയത് കേട്ടോ. 1 സ്പൂൺ വെള്ളം ഞാനൊന്ന് ഒഴിച്ച് ഈ ക്രീം കംപ്ലീറ്റ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ച് ഇതൊന്ന് ഇങ്ങനെ ആക്കി ഇതങ്ങോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ.
അപ്പം നമ്മുടെ ആ ക്രീമെല്ലാം ഫുള്ളായിട്ട് ഇങ്ങനെ കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പനീർ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ, ഓണിയൻ എല്ലാം കൂടി ഇതിനകത്തങ്ങ് ചേർത്ത് തിളച്ച് കിട്ടിയാൽ മതി കേട്ടോ. ഇതിൽ നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആണോ ഒന്ന് നോക്കിയോണേ. നമ്മൾ ഈ തക്കാളിയും ടൊമാറ്റോ സോസും എല്ലാം ചേർത്തില്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു പുളി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാനിത് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതി കേട്ടോ, കൂടി പോകണ്ട. കാരണം നമ്മൾ ടൊമാറ്റോ സോസും ഒക്കെ ഒഴിക്കുമ്പോൾ അതിനകത്ത് ഒരു സ്വല്പം മധുരവും ഉണ്ടല്ലോ. ഇതൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം, ഓണിയൻ, പനീർ എല്ലാം കൂടെ അങ്ങ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. പനീർ ഇളക്കുമ്പം പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. ഒരുപാടിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ ഒന്ന് പൊടി. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുക. എന്നാലും ഇപ്പം നോയമ്പിൻ്റെ ടൈമൊക്കെ അല്ലേ, അപ്പം വെജ് കഴിക്കുന്നവർക്കും നോയമ്പ് എടുക്കുന്നവർക്കും നല്ലൊരു പനീർ മസാലയായിരിക്കും ഇത്. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചപ്പാത്തി, റൊട്ടി, നാൻ, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ചേർന്ന് പോവേ. ഇപ്പം നോയമ്പിൻ്റെ സമയമൊക്കെ അല്ലേ, അപ്പം നോൺ വെജ് കഴിക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ടേസ്റ്റോടുകൂടി ഫുഡ് കഴിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്